കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന ഗെയിം നടക്കുവാണ്. കലാപതി മുത്തശ്ശിയാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് ഗെയിമൊക്കെ സംഘടിപ്പിക്കുന്നത്. അപ്പൊ ആ ഗെയിമിൽ മത്സരിക്കുന്നവർക്ക് സമ്മാനമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം ഉറിയടി മത്സരമായിരുന്നു. ഉറിയടി മത്സരത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ശ്രുതിക്കും വർഷയ്ക്കും ശ്രുതിക്കും ഒക്കെയാണ് ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും മത്സരത്തിൽ ജയിക്കണം, സച്ചിനെ മലർത്തി അടിക്കണം. ഒരു കാരണവശാലും സച്ചി ഗെയിമിലൊന്നും പങ്കെടുക്കാൻ പാടില്ല. പക്ഷേങ്കിൽ കലാപതി മുത്തശ്ശിക്ക് അറിയാം, സച്ചി ഗെയിമിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവനേ ജയിക്കുള്ളൂ. കാരണം അവൻ തന്നോടൊപ്പം ഇവിടെ നിന്ന് വളർന്നവനാണ്. അവൻ ഈ കളികളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ നഗരത്തിലുള്ള അവർക്ക് ഉറിയുടെ മത്സരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ സച്ചിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഗ്രാമത്തിൽ വളർന്നതാണ്. അവൻ ഇതൊക്കെ ചെയ്ത് വളർന്നിട്ടുള്ളതുകൊണ്ട് അവന് കുഴപ്പമൊന്നുമില്ല. ഈ സമയം ചന്ദ്രമതിയുടെ മനസ്സിലാണെങ്കിലോ, എന്റെ ഭഗവാനെ, തന്റെ ശ്രുതിയോ അല്ലെങ്കിൽ ശ്രീകാന്തോ ജയിച്ചാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ശ്രുതിയോ വർഷയോ ആരെങ്കിലും. രേവതിക്കോ സച്ചിക്കോ ഒരു കാരണവശാലും ഇത് കിട്ടരുതെന്നൊരു ചിന്ത. കാരണം ഓപ്പോസിറ്റ് ടീമാണ് രണ്ടുപേരും. കാരണം പെണ്ണുങ്ങളല്ലോ ടീം, ആണുങ്ങളല്ലോ ടീമാണ്. പക്ഷെങ്കിൽ ആണുങ്ങൾ ടീമിന്റെ ക്യാപ്റ്റൻ ചന്ദ്രമതി ആണെങ്കിലും അവരുടെ മനസ്സിൽ ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സച്ചിൻ രേവതിയും ജയിക്കരുതെന്ന് മാത്രം. അങ്ങനെ മത്സരമൊക്കെ തുടങ്ങി, ഓരോരുത്തരായിട്ട് കളിക്കാൻ തുടങ്ങി. ശ്രുതിയും വർഷ അവരെല്ലാം പരാജയപ്പെട്ടു. അവസാനം രേവതി വന്നപ്പോൾ രേവതിയും പരാജയപ്പെട്ടു. അവസാനം സച്ചി അങ്ങനെ മത്സരിക്കാനായിട്ട് വരുവാണ്. സച്ചി മത്സരിക്കാൻ വന്നപ്പം രേവതിക്ക് സന്തോഷം അടക്കാൻ പറ്റില്ല. രേവതി അവിടെ നിന്ന് കൈ അടിച്ചു കഴിയുമ്പോഴത്തേനും വർഷ പറഞ്ഞു, ഇതെന്താ രേവതി എഴുതി കാണിക്കണേ, നമ്മുടെ ടീമല്ലല്ലോ, അത് ഓപ്പോസിറ്റ് ടീമല്ലേ, അപ്പൊ പിന്നെ കൈയടിക്കേണ്ട കാര്യമില്ലെന്ന് പറയണം. അത് കേട്ടപ്പോ രേവതി പറഞ്ഞു, അത് പിന്നെ സച്ചിയേട്ടൻ മത്സരിക്കാൻ കയറിയതുകൊണ്ട് അത് വേണ്ട, ഭർത്താവ് വന്ന് കരുതിയിട്ടെ അവർ ഓപ്പോസിറ്റ് ടീമിലുള്ളവരാ, അവരെങ്ങനെ മത്സരിപ്പിച്ച് ജയിപ്പിക്കാനെന്ന് നോക്കണ്ടെന്ന് പറയണം. പക്ഷെ രേവതിക്ക് കൈയടിക്കാതിരിക്കാൻ പറ്റുന്നില്ല. സച്ചി എന്ത് ചെയ്തു, സച്ചി ഇങ്ങനെ ഉറിയടിക്കാനായിട്ട് വന്ന് നിൽക്കുകയാണ്. പക്ഷെ ബാക്കി എല്ലാവരെ പോലും ചുമ്മാ കിടന്ന് അടിച്ചൊന്നുമില്ല. സച്ചി അവിടെ നിന്നു കുറച്ച് സമയം. പിന്നീട് ഒരു കൈ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇത്തിരി സമയം കഴിഞ്ഞപ്പത്തിന് ഒന്നടിച്ചു, കിട്ടിയില്ല. കൃത്യം രണ്ടാമത്തെ അടിക്ക് തന്നെ ഉറി അടിച്ചു പൊടിച്ച് താഴെ ഇടുവാണ്. കാരണം സച്ചിക്കറിയാം ഇവര് എപ്പോഴും അടിച്ചുകൊണ്ടിരുന്ന ഉറി അങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കും, അതിന്റെ കൃത്യ സമയത്ത് തന്നെ അടിക്കണമെന്ന്. രണ്ടാമത്തെ അടിക്ക് ഉറി പൊട്ടി വെള്ളം വീഴുവാണ്. സച്ചിനെ ഓടിച്ചെന്ന് ശ്രീകാന്തും സുധിയൊക്കെ എടുത്ത് പൊക്കുന്നുണ്ട്. ഈ സമയത്ത് സച്ചി പറഞ്ഞു, എന്നെ അല്ല എടുത്ത് പൊക്കണ്ടേ, അതെ നമ്മുടെ ടീമിന്റെ ക്യാപ്റ്റൻ ഉണ്ടല്ലോ, ക്യാപ്റ്റനെയാന്ന് പറയണം. അപ്പോഴേക്കും ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രമതിയുടെ അടുത്തേക്ക് എന്നിട്ട് ചന്ദ്രമതിനെ ഉയർത്തുവാണ്. ചന്ദ്രമതി നിലത്ത് നിർത്താനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എങ്കിൽ അവര് ചന്ദ്രമതിയെ എടുത്തുകൊണ്ട് അതിലൂടെ നടക്കുവാണ്. കലാവതി മുത്തശ്ശി പറഞ്ഞു, കണ്ടില്ലേ, ഇത്ര സമയമാണെങ്കിൽ ചന്ദ്രമതിയുടെ മുഖം വീർത്തിരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ ചന്ദ്രമതിക്ക് സന്തോഷമായി, തന്റെ ടീം ജയിച്ചല്ലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിൽ വരുന്നുണ്ട്. അത് സച്ചി കാരണമാണ്. പക്ഷെ സച്ചി ആയതുകൊണ്ടാ, അല്ല ഇത്രയും കൂടെ ചന്ദ്രമതി ഒന്ന് സന്തോഷിച്ചേനം. ഈ സമയത്ത് വർഷയ്ക്ക് ശ്രുതിക്കും ഇഷ്ടപ്പെട്ടില്ല. കണ്ടോ, അവരുടെ ടീം ജയിച്ചു, പോരാത്തന സച്ചിൻ ജയിച്ചു, അടുത്ത കളിക്കെങ്കിലും നമുക്ക് ജയിക്കണമെന്ന് പറയണം. അടുത്ത കളിക്കെങ്കിലും ജയിച്ചില്ലെങ്കിൽ നാണക്കേടാന്ന് പറയണം. ഇത് കേട്ടതും വർഷം പറഞ്ഞു, ഉറപ്പായിട്ടും നമ്മൾ അടുത്ത കളിക്ക് ജയിക്കുമെന്ന് പറയാം. കലാപതി മുത്തശ്ശിക്ക് ആദ്യം തന്നെ അറിയാവുന്നതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പിന്നെ രണ്ടാമത്തെ കളി എന്ന് പറഞ്ഞാൽ ടയർ ഉരുട്ടുന്നതായിരുന്നു. ടയർ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് വർഷയ്ക്കൊന്നും മനസ്സിലായില്ല. അല്ല ഇതെന്തിനാ മുത്തശ്ശി ടയറെന്ന് ചോദിക്കുകയാണ്. ഇത് പിന്നെ ഉണ്ടല്ലോ, ഈ ടയർ ഇവിടെ ഒരു വര വരയ്ക്കും, ഇവിടെ നിന്ന് തൊട്ട് നമ്മൾ താഴെ കളയാതെ ഒരു കമ്പും കൊണ്ട് ഉരുട്ടി അപ്പറെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കണമെന്ന് പറയണം. സച്ചി പറഞ്ഞു, ടയർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ചിലർക്കൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പം കലാവതി മുത്തശ്ശി പറഞ്ഞു, അതെ ഒന്ന് മിണ്ടായിരിക്കും സച്ചി, അവരൊക്കെ നഗരത്തിൽ വളർന്നവരല്ലേ, അവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ എന്ന് പറയണം. ഇത് കേട്ടതും ശ്രീകാന്ത് പറഞ്ഞു, എനിക്കറിയാന്ന് പറയാം, പിന്നെ നിനക്കറിയാൻ പോലും, അതിന് നീ ഇവിടെ വന്നിട്ട് ഇത് കളിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. സച്ചി മാത്രം അവിടെ നിന്ന് വളർന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഇടയ്ക്ക് അവധിക്ക് ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോവുക ചെയ്തിട്ടുള്ളത്. സുധിയാണെങ്കിലും ശരി, ശ്രീകാന്താണ് ശരി, അവരവിടെ വന്ന് നിന്നിട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ചന്ദ്രമതി അങ്ങനെ പിടുത്തമില്ലായിരുന്നു അവരെ. അങ്ങനെ ആ കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ രേവതിയോടും ശ്രുതിയോടും ഒക്കെ ആയിട്ട് വർഷം പറഞ്ഞു, ഈ കളി നമ്മൾ ജയിക്കണം, അല്ലെങ്കിൽ നമ്മൾ പെണ്ണുങ്ങൾക്ക് നാണക്കേടാന്ന് പറയണേ. കഴിഞ്ഞ കളിയിൽ അവർ ജയിച്ചു, ഈ കളി അവർ ജയിക്കാൻ പാടില്ലെന്ന് പറയാം. അങ്ങനെ ടയർ ഉരുട്ടാനായിട്ട് തുടങ്ങി. എല്ലാവരും കൈയടിച്ചുകൊണ്ടിരുന്നു. ടയർ ഉരുട്ടി പകുതി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം സുധിയുടെ ടയർ താഴെ വീണുപോയി. താഴെ വീഴാൻ പാടില്ല, താഴെ വീണു. അപ്പൊ അവൻ ഔട്ടായി. പിന്നീട് ശ്രുതിയും വർഷ ഉരുട്ടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ വർഷ ശ്രുതിയുടെ മുന്നിൽ നിന്നുകൊണ്ട്, വർഷ തട്ടി നിന്നുകൊണ്ട് ശ്രുതിക്ക് ഉരുട്ടാൻ പറ്റില്ല. ശ്രുതി പറഞ്ഞു, വർഷ നീ മാറി നിൽക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ വർഷ മാറിയില്ല, വർഷയ്ക്ക് മാറാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ശ്രുതിയുടെ കയ്യിലെ ടയർ പോയി. ഇച്ചിരം കൂടി ഉരുട്ടി കഴിഞ്ഞപ്പോഴത്തേനും വർഷയുടെ കയ്യിലേയും പോയി. അവസാനം ശ്രീകാന്തും രേവതി സച്ചിയൊക്കെ ഉണ്ടായിരുന്നേ. ശ്രീകാന്തിനോട് ചന്ദ്രമതി വിളിച്ചു പറഞ്ഞു, എടാ നീ നന്നായിട്ട് ഉരുട്ടാന്ന് പറയണം. ശ്രീകാന്ത് ഉരുട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ എന്ത് ചെയ്യാനാ, പകുതി എത്തുന്നതിന് മുമ്പ് തന്നെ അവൻ്റെയും പോയി. അവനെ അങ്ങനെ ഔട്ടായി.
അവസാനം ഭാര്യയും ഭർത്താവും സച്ചിൻ രേവതിയും കൂടെയാണ് കളത്തിലിറങ്ങി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരിൽ ആര് ജയിച്ചാലും തനിക്കൊരു പ്രയോജനം ഇല്ലെന്നുള്ള രീതിയിലാണ് ചന്ദ്രമതി മുഖമൊക്കെ കടന്നിൽ കുത്തിയ പോലെ ആയിപ്പോയി. വർഷ ശ്രുതിയൊക്കെ നോക്കി നിൽക്കണം. കലാവതി മുത്തശ്ശി ഭയങ്കര സന്തോഷം. കാരണം ഗെയിം തുടങ്ങി കഴിയുമ്പോൾ ആര് ജയിച്ചാലും കുഴപ്പമില്ല എന്നൊരു ചിന്തയായിരുന്നു ഈ പറയുന്ന രേവതിയുടെ സച്ചിയുടെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ എന്താ, ഒന്നെങ്കിൽ തങ്ങൾ ജയിക്കണം, അല്ലെങ്കിൽ ഈ ശ്രുതിയോ ആരെങ്കിലും ജയിക്കണമെന്ന് വർഷ വിചാരിച്ചു. അതുപോലെ തന്നെ വർഷ ജയിക്കണമെന്ന് ശ്രുതിയും വിചാരിച്ചു. അങ്ങനെ ഒരു മെന്റാലിറ്റി ആയിരുന്നു. പക്ഷെ രേവതിക്ക് സച്ചിക്കൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ആര് ജയിച്ചാലും കുഴപ്പമില്ല, നന്നായിട്ട് കളിക്കണം, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്തു, അവർക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താനായിട്ട് പറ്റി. രണ്ടുപേരും ഒരേ സമയമാണ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയത്. കലാവതി മുത്തശ്ശി ഓടി വന്ന് കെട്ടിപ്പിടിക്കണം. ഈ സമയം വലിയ ജാട കാണിച്ചിങ്ങനെ ചന്ദ്രമതി നിൽക്കുക. ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ രണ്ടുപേരും ജയിച്ചേ. ഈ സമയം കലാവതി മുത്തശ്ശി പറഞ്ഞു, നീ എന്ത് നോക്കിയിരിക്കുക ചന്ദ്ര എന്ന് പറയണം. അവരെ പോയി അഭിനന്ദിക്കാൻ പറയണം. മനസ്സിലാ മനസ്സോടെ അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ കൈ കൊടുത്ത് അഭിനന്ദിക്കാനായിട്ട് കൈ കൊടുക്കുക. സച്ചി ഒന്ന് നോക്കി, കാരണം ഇതൊന്നും പതിവില്ലാത്ത കാര്യങ്ങളാണ്. പിന്നീട് കൈ കൊടുത്ത് അഭിനന്ദിക്കുകയാണ്. രേവതിക്ക് സന്തോഷമായി. ഈ സമയം കലാവതി മുത്തശ്ശി ചന്ദ്രയോട് പറഞ്ഞു, ദേ നിന്റെ ടീം തന്നെയാണ് 2 കളിയിലും വിജയിച്ചിരിക്കുന്നു പറയണം. പിന്നെ ഒരു കളിയില് രവീന്ദ്രൻ ടീം വിജയിച്ചെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം വർഷ പറഞ്ഞു, അപ്പം ഒരു കളിക്ക് ഞങ്ങൾ ജയിച്ചുകൊണ്ട് ഞങ്ങൾക്കും പ്രൈസ് പകുതി ഉണ്ടെന്ന് പറയണം. അത് സംഭവിച്ചെന്ന് പറയണം. അങ്ങനെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചങ്ങോട്ട് പോകാൻ നേരത്ത് കലാവതി മുത്തശ്ശിയുടെ അടുത്ത് അവിടെയുള്ളവരൊക്കെ വന്നിട്ട് ചോദിച്ചു, ഇതാരാ മരുമക്കളൊക്കെ ആണെന്ന് നോക്കിയാണ്. അതെ, ഓരോരുത്തരും ഇങ്ങനെ പരിചയപ്പെടുത്തി നോക്കിയുണ്ട്. 2-3 ദിവസത്തെ അവധിക്ക് ഇവർ വന്നേക്കുന്ന അവിടെ. ആ സമയത്ത് ഞങ്ങൾ പുറത്ത് ഒന്ന് ഇവരെ എല്ലാവരും കൊണ്ട് കാണിക്കാനും വെറുതെ ഒരു എൻജോയ്മെന്റ് എന്നൊക്കെ മുത്തശ്ശി പറയണം. അത് കേട്ടപ്പോൾ അവർക്ക് സന്തോഷമായി. അല്ലൂരി ചേച്ചി പറഞ്ഞു, ഇങ്ങനെ തന്നെ വേണം, നല്ല ഐശ്വര്യമുള്ള കുടുംബം, മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ഈ സമയം കലാവതി അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അത് തന്നെ നിങ്ങൾ ചെയ്ത പുണ്യാന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പം ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വെറൊരു പുണ്യം പോലും വലിയ കേമമായി പോയെന്ന രീതിയിലായിരുന്നു. രവീന്ദ്രന് സന്തോഷമായി. കാരണം ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ മക്കളോടൊപ്പം എൻജോയ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. അതെല്ലാവർക്കും കിട്ടുന്നൊരു കാര്യമല്ല. പിന്നീട് അവരങ്ങനെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ പോകുന്ന വഴിക്ക് കലാവതി മുത്തശ്ശിയോട് വർഷ ചോദിച്ചു, അല്ല എന്താ അച്ഛമ്മേ സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞേ. സമ്മാനമൊക്കെ തരാം, അതിന് സമയമുണ്ടല്ലോ എന്ന് പറയണ. അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയോട് പറഞ്ഞു, ഞാൻ കരുതി ശ്രുതി നീ എങ്കിലും ജയിക്കുന്ന, നമ്മൾ ജയിക്കുമായിരുന്നു എന്തൊരു സന്തോഷമായിരുന്നല്ലേന്ന് ചോദിക്കുക. എന്ത് ചെയ്യാനാ, ആ സച്ചി ഇടയ്ക്ക് കയറി എല്ലാം ഗോൾ അടിച്ചില്ലേന്ന് ചോദിക്കും. അവൻ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ജയിക്കാമെന്ന് പറയും. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, നമുക്ക് ജയിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയണം. സാരമില്ല പോട്ടെ എന്നൊക്കെ പറയണം. അങ്ങനെ വന്ന് എല്ലാവരും ഫ്രഷായി കുറെ സമയം റെസ്റ്റ് ഒക്കെ ചെയ്തു. പിന്നെ വൈകുന്നേരം ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും കലാവതി മുത്തശ്ശിയുടെ സച്ചി പറഞ്ഞു, അതേ ഞങ്ങൾക്ക് പോകേണ്ട സമയം, നാളെ പോകണമെന്ന് പറയണം. ഇത് കേട്ടത് മുത്തശ്ശി ചോദിച്ചു, അതെന്താ പറ്റിയടാ ഇത്ര പെട്ടെന്ന്? അത് പിന്നെ എനിക്ക് ഓട്ടോ ഒക്കെ ഉള്ളതല്ലേ, വണ്ടി ഓടിക്കണ്ടെന്ന് ചോദിക്കും. അപ്പോഴേക്കും രേവതി പറഞ്ഞു, എനിക്കും പോകണം അച്ഛമ്മേ, കട തുറക്കാനുള്ളല്ലേ എന്ന് പറയണം. അപ്പം ശ്രുതിയും വർഷ അവർക്കും ബ്യൂട്ടി പാർലറും പോകണം. ശ്രുതിക്കാണെങ്കിൽ വർഷയ്ക്കാണെങ്കിൽ ഡബി സ്റ്റുഡിയോയിലേക്ക് പോകണം എന്നൊക്കെ പറയണം. രേവതി പൂക്കട തുറക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ ചന്ദ്രമതിക്ക് അങ്ങോട്ട് കൊണ്ടു. ചന്ദ്രമതി പറഞ്ഞു, പിന്നെ വലിയൊരു പൂക്കട തുറക്കാൻ വന്നിരിക്കുന്നു, പറയുന്നില്ല എന്ന് വെച്ചാൽ അവിടെ ആൾക്കാർ ക്യൂ നിൽക്കുമല്ലേ പൂ മേടിക്കാനായിട്ട്, എന്തിനു കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുകയൊക്കെ ചെയ്യണം. അത് കേട്ടപ്പോൾ കലാവതി മുത്തശ്ശി, അതെന്താ അവളുടെ കടയ്ക്കൊരു കുഴപ്പം, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കടയല്ലേ, കച്ചവടം ഉള്ളല്ലേ, പിന്നെ എന്തിനാ കളിയാക്കണമെന്ന് ചോദിക്കുക. ആരെ കളിയാക്കി, ഞാൻ കളിയാക്കി ഒന്നുമില്ലെന്ന് ചന്ദ്രമതി പറയാം. ഇത് കേട്ടപ്പം കലാവതി മുത്തശ്ശിക്കും രേവതിക്കും ഒക്കെ കാര്യങ്ങൾ മനസ്സിലായി. താഴ്ത്തി കെട്ടാൻ വേണ്ടി മനഃപൂർവ്വം പറഞ്ഞാന്നുള്ള കാര്യം. പക്ഷെ എങ്കിൽ രേവതി ഒന്നും പ്രത്യേകിച്ച് പറയാനൊന്നും പോയില്ല. ആ സമയം വർഷ പറഞ്ഞു, അതെ എനിക്ക് അപ്പടി ബോറടിക്കുന്നു, നമുക്ക് കുറച്ച് കളിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. എന്ത് കളിക്കാനായിട്ട്? എന്തെങ്കിലും കളിക്കാന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കലാവതി മുത്തശ്ശി പറഞ്ഞു, ഇനി ഇപ്പം പുറത്തൊന്നും പോയി കളിക്കാനൊന്നും പറ്റില്ലല്ലോ, ഇരുന്നോണ്ട് കളിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കളി ഉണ്ടെങ്കിൽ അത് മതി എന്ന് പറയണം. അപ്പോഴേക്കും ഒന്ന് ആലോചിച്ചിട്ട് വർഷം പറഞ്ഞു, അങ്ങനെ ഒരു കളി ഉണ്ടെന്ന് പറയാം. എന്ത് കളി? ട്രൂത്ത് ഓർ ഡെയർ എന്ന് പറയണ. ട്രൂത്ത് ഓർ ഡെയറോ? അതെന്ത് കളിയാ? ഒന്നും മനസ്സിലായില്ല. സച്ചിക്കും മനസ്സിലായില്ല കാര്യം എന്താന്നുള്ള കാര്യം. ഈ സമയത്ത് വർഷം പറഞ്ഞു, അത് പിന്നെ അച്ഛമ്മേ അതൊരു കളിയാ. ട്രൂത്ത്, നമ്മള് ഒരാളുടെ ട്രൂത്തോ ഡെയറോ എന്ന് ചോദിക്കും. അപ്പൊ ട്രൂത്ത് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അയാളോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് മറുപടി പറയണം. ഡെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ധൈര്യപൂർവ്വം നമുക്ക് ചില ഗെയിമുകളൊക്കെ തരും, അത് ചെയ്യുക ഇത് ചെയ്യുക എന്തേലുമൊക്കെ പറയും. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും അത് നമ്മൾ ചെയ്യണം, നമ്മൾ ചെയ്യാതെ പിന്നോട്ട് മാറില്ലെന്ന് പറയണം. അത് കൊള്ളാലോ, നല്ല കളിയാണല്ലോ എന്ന് പറയാം. പക്ഷെ സച്ചു പറഞ്ഞു, പിന്നെ എന്ത് കളി, ഇതൊക്കെ കുഞ്ഞു പിള്ളേരൊക്കെ കളിക്കുന്ന കളിയാ, അതിന്റെ കാര്യമൊന്നും ഇല്ലെന്ന് പറയണം. ഇത് കേട്ടാൻ കലാവതി മുത്തശ്ശി പറഞ്ഞു, എന്താടാ നീ ഇങ്ങനെയൊക്കെ പറയണേ, കളിക്കുന്ന കളിക്കട്ടെ, അതിനകത്ത് നീ ഇങ്ങനെ വെറുതെ മുട്ടാക്തി പറയേണ്ട കാര്യമില്ലെന്ന് പറയണം. അവസാനം സച്ചു പറഞ്ഞാ ശരി എന്തേലും ആട്ടെ എന്ന് പറയണം.
അങ്ങനെ ട്രൂത്തോ ഡെയറോ കളിക്കാണ്ട് തുടങ്ങണം. അപ്പോഴേക്കും വർഷം നേരെ ആദ്യം ശ്രീകാന്തിനോട് പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യാം ശ്രീകാന്ത്, ട്രൂത്തോ ഡെയറോ എന്ന് ചോദിക്കാം. ആഹാ, അപ്പൊ നീ എനിക്കിട്ട് തന്നെ ആദ്യം പാര് പണിതല്ലേ എന്ന് ചോദിക്കണം. അല്ല പറ ശ്രീകാന്ത്, ട്രൂത്തോ ഡെയറോ എന്ന് ചോദിക്കാം. ഈ സമയം ശ്രീകാന്ത് പറഞ്ഞു, ആ, ട്രൂത്ത് എന്ന് പറയണം. കാരണം ഡെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിക്കണം. അതുകൊണ്ട് ട്രൂത്ത് എന്ന് പറയണം. പിന്നീട് ശ്രീകാന്തിനോട് വർഷ ചോദ്യം ചോദിക്കുകയാണ്, കല്യാണത്തിന് മുമ്പ് വേറെ ഏതെങ്കിലും പെൺകുട്ടിയെ സ്നേഹിച്ചിട്ടുണ്ടോന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പം ചന്ദ്രമതി പറഞ്ഞു, അതെങ്ങനെ, നിന്നെ പ്രണയിച്ച കാര്യം പോലും അവൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല, പിന്നെയാണ് അവന് വേറൊരു പ്രണയം എന്ന് പറയാ. കലാമതി വെച്ച് പറഞ്ഞു, അതൊരിക്കലും അവന് കാണത്തില്ലെന്ന് പറയണം. പക്ഷേങ്കിൽ എല്ലാരും ഞെട്ടിച്ചോണ്ട് തന്റെ പ്രണയത്തെക്കുറിച്ച്, ആദ്യ പ്രണയത്തെക്കുറിച്ച് അങ്ങനെ ശ്രീകാന്ത് തുറന്നു പറയാണ്. എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് അവളോട് ക്രഷായിരുന്നു പറയണം. പെട്ടെന്ന് കലാവതി മുത്തശ്ശി ചോദിച്ചു, ക്രഷോ, അതെന്ത് സാധനമാ? ഇത് കേട്ടതും വർഷ പറഞ്ഞു, അവളോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഓ അങ്ങനെ, അങ്ങനെയല്ലേ, ഇപ്പോഴല്ലേ അതിന്റെ അർത്ഥമൊക്കെ മനസ്സിലാകുന്നതെന്ന് പറയണം. പിന്നീട് പെട്ടെന്ന് തന്നെ വർഷ പറഞ്ഞു, അതെ ഇപ്പൊ നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു, പക്ഷെ വൈകുന്നേരം നിനക്കിട്ട് എല്ലാം തരാം. അപ്പൊ നിനക്ക് ക്രഷ് ഉണ്ടായിരുന്നു, വേറെ പ്രണയം ഉണ്ടായിരുന്നല്ലേ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് ചിരിക്കുകയാണ്. പിന്നീട് നേരെ ചോദിച്ചത് സുധിയുടെ അടുത്തായിരുന്നു. ട്രൂത്തോ ഡെയറോ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഡെയർ പറഞ്ഞു. കാരണം ട്രൂത്ത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യങ്ങളെല്ലാം പുറത്തു വരുമെന്ന് അറിയാം. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചോദിക്കാൻ പോയില്ല. ഡെയർ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വർഷം ഒരു കാര്യം ചെയ്യുക, ഒരു 10 പുഷപ്പ് എടുക്കാൻ പറയണം. ശരി എന്ന് പറഞ്ഞ് പുഷപ്പ് എടുക്കാൻ തുടങ്ങി. ആദ്യത്തെ 2 എണ്ണം 3 എണ്ണം കഴിഞ്ഞപ്പോഴത്തേനും സുധി അവിടെ വെട്ടിയിട്ട വാഴ പോലെ നിലത്തേക്ക് കിടക്കുവാണ്. എല്ലാവരും കൂടെ കൂടി നിന്ന് ചിരിച്ചു. സുധിക്ക് വലിയ നാണക്കേടായിപ്പോയി. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല, താനും ഡെയർ എടുത്തോണ്ടാണല്ലോ എന്നവൻ്റെ ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് നേരെ തിരിയുന്ന ശ്രുതിയുടെ നേർക്കായിരുന്നു. പിന്നീട് വർഷം ചോദിച്ചു, അല്ല ഇനി ഇപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ശ്രുതിയോട് ചോദിക്കാന്ന് പറയണം. അപ്പൊ ശ്രുതി പറഞ്ഞു, വേണ്ട എന്നോട് ചോദിക്കണ്ട, ആദ്യം അതിനു മുമ്പ് വർഷയോട് ചോദിക്കാന്ന് പറയണം. എന്നോട്? അതെ, ട്രൂത്തോ ഡെയറോ എന്ന് ചോദിക്കണം. ഇതേട്ടപ്പോ ട്രൂത്ത് എന്ന് പറയാം. പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു, എന്നാ ചോദ്യം ഞാൻ ചോദിക്കാന്ന് പറയണം. ഇത് കേട്ടതും ശ്രുതി പറഞ്ഞു, വേണ്ട ഞാൻ ചോദിക്കാന്ന് പറയണം. അല്ല ഇത്രയും കാലമായിട്ടും വീട്ടുകാരോട് മറച്ചു വെച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് ആലോചിച്ചു വർഷ. എന്നിട്ട് പറഞ്ഞു, ഉണ്ടെന്ന് പറയണേ. എന്ത് കാര്യം? അത് പിന്നെ ഉണ്ടല്ലോ, ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റിന് വേണ്ടിയിട്ട് ഇവിടെ കാര്യങ്ങളൊക്കെ ഒരുക്കിയില്ലേ. ഫസ്റ്റ് നൈറ്റ് ആണെന്ന് പറഞ്ഞ് ഞങ്ങൾ വന്ന ദിവസം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് അന്നല്ലായിരുന്നു എന്ന് പറയാൻ വന്നപ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞു, ദൈവത്തെ ഓർത്ത് പൊന്നുമോളെ നീ ഒന്നും പറയണ്ടെന്ന് പറയണേ, സത്യം പറയണ്ടെന്ന് പറയണേ. രവീന്ദ്രൻ പറഞ്ഞു, അത് ശരിയാ, നീ അധികം സത്യം പറയണ്ട, നിന്റെ സത്യങ്ങളെല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതെന്ന് പറയണേ. അവിടെ കൂടെ നിർത്തിക്കളാൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം അവിടെ ഇരുന്ന സച്ചിൻ രേവതി എല്ലാവരും കൂടെ ചിരിക്കുവാണ്. പിന്നീട് നേരെ ശ്രുതിയോടാണ് ചോദ്യം ചോദിക്കുന്നത്. ശ്രുതിയോട് ട്രൂത്തോ ഡെയർ എന്ന് ഇപ്പൊ ശ്രുതി പറഞ്ഞു, എനിക്ക് ഡെയർ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല, അതുകൊണ്ട് ട്രൂത്ത് എന്ന് പറയണം. അപ്പോഴേക്കും വർഷ ചോദിച്ചു, അല്ല അവസാനമായിട്ട് ശ്രുതി കള്ളം പറഞ്ഞ് എപ്പോഴാന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി ഇങ്ങനെ ഞെട്ടലോടുകൂടി എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കുകയാണ്. എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ലാതെ സച്ചി ഇങ്ങനെ നോക്കുകയാണ്. ഇവളെന്താ പറയണമെന്ന് അറിയാം എന്നുള്ള രീതിയിൽ സച്ചി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ശ്രുതി പെട്ടെന്ന് ശ്രുതിക്ക് മനസ്സിലായി, ഇനി എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിഞ്ഞു മാറിയേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ തന്റെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെടുമെന്ന് മനസ്സിലായി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1-2 മണിക്കുള്ളിൽ തന്നെയാണ് രേവതിയുടെ സച്ചിനെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.